ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വിഷുക്കണി ഒരുക്കുന്നതും വിഷുവിൻ്റെയും ഒക്കെ കൂടിയിട്ടുള്ളൊരു വീഡിയോസാണ് കേട്ടോ. ഞാനും അമ്മൂസും കൂടിയാണ് വിഷുക്കണി ഒരുക്കണത്. അപ്പോൾ ഇത് കണ്ടു നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും കമൻറ്റ് ഇട്ടോളൂ, ഒരു കുഴപ്പവുമില്ല കേട്ടോ. കണിയൊക്കെ ഒരുക്കിയ ശേഷം ഇത് വിഷു തലേന്നുള്ള പടക്കം പൊട്ടിക്കലാണ് കേട്ടോ. നാളെയല്ല കത്തിക്കും. പൂത്തിരി ഈ ചെറുക്കന് വർത്താനുള്ള പെരുമ്പേടിയാണ്. അങ്ങനെ വിഷുവിനെ പുലർച്ചെ എണീറ്റ് കുളി കഴിഞ്ഞ് ഭഗവാന്റെ മുൻപിൽ വിളക്ക് കത്തിച്ച് ഭഗവാനെ കുറേ നേരം കണ്ടു തൊഴുതു. പിന്നീട് ഞാൻ ജയേട്ടനെ കൊണ്ടുവന്ന് കണി കാണിച്ചിട്ടോ. അത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. അതിനുശേഷം ജയേട്ടൻ പോയി അച്ചുവിനെ കൊണ്ടുവന്ന് കണി കാണിച്ചു. നമ്മുടെ അച്ചൂസ് കണി കണ്ട ശേഷം ജയേട്ടൻ പോയി നമ്മുടെ ചുന്ദരിക്കുട്ടിയായ അമ്മൂസിനെ കൊണ്ടുവന്നിട്ടോ. അമ്മൂസ് കണ്ണനെ കണ്ട് തൊഴുത് കുറേ നേരം നിന്നു. അങ്ങനെ അമ്മുവും കണി കണ്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും കണി കണ്ടുട്ടോ. പിന്നീട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. ഞാൻ പതിവ് പോലെ ഭഗവാനോട് അതൊക്കെ പറഞ്ഞു. ഭഗവാൻ കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ പതിവ് പോലെ വിഷു കൈനീട്ടം കൊടുക്കലും വാങ്ങലൊക്കെ ചെയ്തു കേട്ടോ.
പിന്നെ അല്ലേ നമ്മുടെ വെടിക്കെട്ട്, പടക്കം, പൂത്തിരി എല്ലാം കത്തിച്ചു. ചെറുത് വലിയ പടക്കം അതന്നെ പറയാ പൊട്ടി. പിന്നീട് എല്ലാവരും കൂളിയൊക്കെ കഴിഞ്ഞിട്ടോ. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ശ്രീകൃഷ്ണനായ നമ്മുടെ കണ്ണനെ ഒരു നോക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം. ഇതുവരെ ഞങ്ങൾ വിഷുവിന് ഗുരുവായൂരിൽ എവിടെയും പോയിട്ടില്ല, കണ്ണനെ കാണാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കണ്ണനെ തന്നെ പോയി കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിരാവിലെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അമ്പലത്തിലെത്തിയ ശേഷം കണ്ട കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് പേരുണ്ട്, നീണ്ട വരിയും. ഞങ്ങളും ആ വരിയിൽ ചേർന്ന് നിന്നിട്ടോ. എന്നിട്ട് ഭഗവാനെ കണ്ടു തൊഴുതു. എനിക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് വിഷുവിന് കണ്ണൻ്റെ അമ്പലത്തിൽ വന്ന് കണ്ണനെ കാണുന്നത് കേട്ടോ. അപ്പോഴും എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് കണ്ണനോട് പറയാൻ. കാരണം ഞാൻ എത്ര ചിരിച്ച് നടന്നാലും നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് സങ്കടങ്ങളുണ്ട്. അവർ പറയുന്ന എല്ലാം അനുസരിക്കും, അവസാനം അവർ തന്നെ എന്നെ ഒറ്റപ്പെടുത്തും. എന്നെ സംബന്ധിച്ച് എനിക്കത് ഒരിക്കലും താങ്ങാൻ കഴിയില്ല. നമ്മളെ ഒറ്റപ്പെടുത്തിയാലും അവർ ആ നേടിയ ഒരു സന്തോഷമുണ്ട്, അത് അവർക്ക് മാത്രമേ, ഒരു കൂസലില്ലാതെ അവരത് സന്തോഷിക്കും അല്ലേ. പക്ഷേ നമ്മൾ സങ്കടപ്പെട്ടൊരവസ്ഥ എന്തായിരിക്കും. പിന്നീട് ഞങ്ങൾ കുളത്തിലേക്ക് പോയിട്ടോ. കുളത്തിലേക്ക് ചെന്നപ്പോൾ ജയേട്ടനും മക്കളൊക്കെ ഉണ്ട്. ജയേട്ടൻ നേരെ കുളത്തിലേക്ക് ഇറങ്ങി. എന്നിട്ട് എന്നോട് ചോദിക്കേടി ഒരു തോർത്തും സോപ്പും കൊണ്ടാണ് ഞാനൊന്ന് കുളിക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. പിന്നീട് അമ്മു ഇറങ്ങാൻ കുറച്ചൊന്ന് മടി പിടിച്ചു. പിന്നെ അമ്മുവിനെ ഇറക്കി. പിന്നെ ഞാനും ഇറങ്ങി. ഭയങ്കര വഴുക്കണുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാനും പറ്റില്ല, പേടിയല്ലേ. അങ്ങനെ അവിടുന്ന് ഒരു വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. എന്തായാലും കമൻറ്റ് ഇടണം കേട്ടോ. അങ്ങനെയല്ലേ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അമ്പലത്തിലൊക്കെ പോയി വന്ന ശേഷം നമ്മുടെ മനസ്സിന് നല്ലൊരു കുളിർമയാണല്ലോ അല്ലേ. പിന്നീട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയ ശേഷം ഞങ്ങൾ മക്കളെല്ലാവരും കൂടി കുറച്ച് നേരം സംസാരിച്ചു. അതന്നെ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷമാണല്ലേ. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വിഷു സദ്യയൊക്കെ കഴിച്ചിട്ടോ. വിഷു സദ്യയൊക്കെ കഴിച്ച് പിന്നീടും ഞങ്ങൾ കുറച്ച് നേരം പായസമൊക്കെ കുടിച്ച് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നീട് വൈകുന്നേരത്തെ വീഡിയോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വിഷുവിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, കമൻ്റ് ഇടണം, ലൈക്ക് ഇടണം, ഷെയർ ചെയ്യണം. എന്നാലേ ഞങ്ങൾക്കൊരു തൃപ്തിയാവുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.